ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ഡിഗ്രി എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വൈ എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ദെൻ വീണ്ടും ഒരിക്കൽ കൂടി ഇതേ ഫംഗ്ഷനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. വീണ്ടും ഇതേ ഫംഗ്ഷനെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡി ക്യൂബ് വൈ ബൈ ടി എക്സ് ക്യൂബ് കിട്ടും. സോ ഇവിടെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കും, രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കും, മൂന്ന് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഡെറിവേറ്റീവ്സ് എല്ലാം പോളിനോമിയൽ ഫോമിലായിരിക്കണം. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ആയിട്ട് വരുന്ന ഡെറിവേറ്റീവിൻ്റെ പവർ ആയിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓർഡർ എന്നാൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഒക്കറിങ് ഇൻ ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഗ്രി എന്നാൽ പോളിനോമിയൽ ഫോമിലാണെങ്കിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ ആയിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റൻസ് നമുക്ക് വേഗം നോക്കാം. ക്വസ്റ്റൻ ഇതാണ്: റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഇത് ഒരു പ്രാവശ്യമാണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ ഈസ് ഈക്വൽ ടു 2. ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ, ഓർഡറിൻ്റെ പവർ എത്രയാണ് വരയ്ക്കുന്നത്? റേസ് ടു 1 ആണ്. സോ ഡിഗ്രി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. ഇത് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ആണ്, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് ആണ്, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓർഡർ ഈക്വൽ ടു രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, ഹയസ്റ്റ് ഓർഡർ 2. ദെൻ ഡിഗ്രി നോക്കണമെങ്കിൽ പറഞ്ഞിരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാം പോളിനോമിയൽ ഫോമിലായിരിക്കണം. നോക്കുക, ഇത് പോളിനോമിയൽ ഫോമിലാണ്, ഇതും പോളിനോമിയൽ ഫോമിലാണ്. പക്ഷേ ഈ ഡെറിവേറ്റീവ് നോക്കുക, സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, ഇത് പോളിനോമിയൽ ഫോമിലല്ല ഡെറിവേറ്റീവ്സ് വന്നിരിക്കുന്നത്. സോ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്, ഡിഗ്രി ഡിഫൈൻഡ് അല്ല. കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓർഡർ ഈക്വൽ ടു 2, രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പവർ എന്താണെന്ന് നോക്കുക, അതിൻ്റെ പവർ 1 ആണ്. സോ ഡിഗ്രി ഈക്വൽ ടു 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്, ആദ്യം ഓർഡർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഹയസ്റ്റ് ഓർഡർ ഡി വൈ ബൈ ഡി എക്സ് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓർഡർ 2 ആണ്. ദെൻ ആ ഓർഡർ ആയിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പവർ എന്താണ്? അത് 3 ആണ്. സോ ഡിഗ്രി എന്ന് പറയുന്നത് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു പ്രാവശ്യമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓർഡർ ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡർ ഓഫ് ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഓർഡർ 2, അതിൻ്റെ പവർ ആയിട്ട് വന്നിരിക്കുന്നത് 1. സോ ഡിഗ്രി ഈക്വൽ ടു 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോക്കുക, ഡിഗ്രി ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡെറിവേറ്റീവ്സ് എല്ലാം പോളിനോമിയൽ ഫോമിലായിരിക്കണം. ഇവിടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഒരു പോളിനോമിയൽ ഫോമിലല്ല, സൈൻ ഓഫ് എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പോളിനോമിയൽ ഫോമിലല്ല ഡെറിവേറ്റീവ് വന്നിരിക്കുന്നത്, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഓർഡർ ആൻഡ് ഡിഗ്രി കണ്ടുപിടിക്കണം. ഹൈസ്റ്റ് ഡെറിവേറ്റീവ് ഡി എസ് ബൈ ഡി ടി ഓൾ റേസ്ഡ് 4. കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത്, എസിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഒരു പ്രാവശ്യമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിൻ്റെ ഫോർത്ത് പവറാണ്. സോ ഇത് ഒരു പ്രാവശ്യമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓർഡർ 2 ആണ്. ദെൻ ഇതിൻ്റെ പവർ എന്താണ് വരുന്നത്? റേസ് ടു 1 ആണ്. സോ ഡിഗ്രി 1. ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ ഫാമിലി ഓഫ് കർവ്സ് y equal to a cos x plus b sin x, where a and b are arbitrary constants. So y equal to a cos x plus b sin x എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷനാണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ്റെ അകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട് അതായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ്, എയും ബിയും രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. സോ ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടെയ്ൻസ് 3 ആർബിട്രറി കോൺസ്റ്റൻസ്. അപ്പോൾ ജനറൽ സൊല്യൂഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട് അതായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇതായിരിക്കും കറക്റ്റ്. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാകില്ല. ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹാസ് 3 ആർബിട്രറി കോൺസ്റ്റൻസ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അപ്പോൾ 3 ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഓർഡർ 3 ആയിരിക്കും. ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ 2 ആർബിട്രറി കോൺസ്റ്റൻസ് അല്ല, 3 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, 3 ആർബിട്രറി കോൺസ്റ്റൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ
സി എന്ന് പറയുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സി ആർബിട്രറി, ഇയും ബി ആർബിട്രറി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ 3 ആർബിട്രറി കോൺസ്റ്റന്റ് ആണ് ഉള്ളതെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇവിടെ 2 ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, സോ 2 ആയിരിക്കും ഓർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കണം. റൈസ് ടു 3 ഉണ്ട്, പക്ഷേ ഇത് dy/dx ആണ്. ഇവിടെ നോക്കുക, d²y/dx². അപ്പോൾ ഓർഡർ, ഹയസ്റ്റ് ഓർഡർ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ്, ഓർഡർ 2, അതിൻ്റെ പവറായിട്ട് വരുന്ന ഡിഗ്രി എന്ന് പറയുന്നത് പവർ 2, ഡിഗ്രി 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, d²y/dx², ഇതാണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഓർഡർ 2 ആണ്, അതിൻ്റെ പവർ 1, ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. തൊട്ട് മുൻപത്തെ ചോദ്യത്തിലും ഡിഗ്രി 2 ആയിരുന്നു, പക്ഷേ ഇവിടെ ഓർഡർ 2, ഡിഗ്രി 1. ദെൻ 2 പ്രാവശ്യമാണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓർഡർ ഈക്വൽ ടു 2 ആണ്, ഡിഗ്രി പവർ വന്നിരിക്കുന്നത് 1. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 2 ആണ്, അതിൻ്റെ പവർ 2 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ആയിട്ട് എഴുതിയാൽ തെറ്റിപ്പോയി. കാരണം dy/dx പോളിനോമിയൽ ഫോമിലായിരിക്കണം. സോ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ദെൻ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dx² ആണ്. സോ ഓർഡർ ഈക്വൽ ടു 2, അതിൻ്റെ പവറായിട്ട് വന്നിരിക്കുന്ന ഡിഗ്രി ഈക്വൽ ടു 2. ഓർഡർ ആൻഡ് ഡിഗ്രി എഴുതണം. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 2, ഓർഡർ 2, അതിൻ്റെ പവർ ഡിഗ്രി ഈക്വൽ ടു 1. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 1 ആണ്, ഓക്കെ. ഇവിടെയും ഇവിടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ പവറാണ് നോക്കേണ്ടത്, ഹയസ്റ്റ് പവറാണ് നോക്കേണ്ടത്. സോ ഓർഡർ 1, ഡിഗ്രി 2. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 2, ഓർഡർ 2, ഡിഗ്രി, അതിൻ്റെ പവർ 1, ഓർഡർ 2, ഡിഗ്രി 1. ഇത്രയാണ് ചെയ്തത്. അപ്പോൾ ഓർഡർ ഡിഗ്രി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.